ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ്. എന്താണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്? അപേക്ഷകന്റെ താമസ സ്ഥലം സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക രേഖയാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്. ഒരു സംസ്ഥാനം UTIയിൽ മാത്രമേ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ കഴിയുള്ളൂ. ഒന്നിലധികം സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ UTIകളിൽ നിന്ന് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നേടുന്നത് കുറ്റകരമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സർവീസിലും ഡൊമിസൈൽ ക്വാട്ടകൾ ലഭിക്കുന്നതിനും താമസക്കാർക്ക് മുൻഗണന നൽകുന്ന ജോലികളുടെ കാര്യത്തിലും ഈ സർട്ടിഫിക്കറ്റ് താമസത്തിൻ്റെ തെളിവായി ആവശ്യമാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള ആവശ്യങ്ങൾക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കും. സംസ്ഥാന ആവശ്യങ്ങൾക്കായി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കും. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇ-ഡിസ്ട്രിക്ട് വഴിയാണ് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. എങ്ങനെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ 15 രൂപ മുടക്കിയിട്ട് നമുക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കാൻ വേണ്ടിയിട്ട് ഇ-ഡിസ്ട്രിക്റ്റിൻ്റെ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നമുക്ക് ഇ-ഡിസ്ട്രിക്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ലിങ്ക് കാണാം. e-district.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണാൻ പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ മാത്രം നമ്മൾ പ്രവേശിക്കുക. ഫസ്റ്റ് കാണുന്ന ലിങ്ക് ഗവൺമെൻറ്റിൻ്റെ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇ-ഡിസ്ട്രിക്റ്റിൻ്റെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇതുവരെ ഇ-ഡിസ്ട്രിക്റ്റിൽ ഒരു അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്നൊരു ബട്ടൺ കാണാം. ആ ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രം സൈൻ ഇൻ എന്നൊരു ബട്ടൺ ഇവിടെ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ പോർട്ടൽ യൂസർ എപ്പോഴും യെസ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഇൻ കേസ് എസ് അല്ലെങ്കിൽ ജസ്റ്റ് യെസ് ആക്കി മാറ്റുക. അതിനുശേഷം ലോഗിൻ നെയിമും പാസ്വേഡും കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇവിടെ കാണുന്ന ക്യാപ്ച, ആ ഒരു ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ക്യാപ്ച ക്ലിയർ അല്ലെങ്കിൽ ഇവിടെ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മാറുന്നതാണ്. ലോഗിൻ നെയിം വരുന്നത് എപ്പോഴും മെയിൽ ID ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ആരുടെ പേരിലാണോ നമുക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് അവരുടെ പേരിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാസ്റ്റിന് വേണ്ടിയിട്ടോ ഇൻകമിന് വേണ്ടിയിട്ടോ വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അയാളുടെ പേരിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതുവരെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. ഒരു ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് ആരുടെ പേരിലാണോ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് അയാളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, മസ്റ്റായിട്ടുള്ള കാര്യമല്ല. ഇനി നമുക്ക് അഡ്രസ്സാണ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഹൗസ് നമ്പർ ടൈപ്പ് ചെയ്യുക. ഹൗസ് നെയിം ടൈപ്പ് ചെയ്യുക. ലൊക്കാലിറ്റി ടൈപ്പ് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് എവിടെയാണോ ഒരു പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ്. അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി കോപ്പി പേസ്റ്റ് ആവുന്നതാണ്. അതിനുശേഷം താഴെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫാദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിലീജിയൻ, കാറ്റഗറി, കാസ്റ്റ് ഓഫ് ഫാദർ, അതുപോലെ തന്നെ മദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിലീജിയൻ ഓഫ് മദർ, കാറ്റഗറി, കാസ്റ്റ് ഓഫ് മദർ സെലക്ട് ചെയ്യുക. മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് എങ്ങനെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെ നെയിമും അൺമാരീഡ് ആണെങ്കിൽ ഗാർഡിയൻ്റെ നെയിമും വരുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്നത് പ്രസൻറ്റ് അഡ്രസ്സിൽ നമ്മൾ എത്ര വർഷമായി താമസിക്കുന്നു എന്നുള്ളതാണ്. എത്ര വർഷമാണോ ആ ഒരു വർഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ,
ഇമെയിൽ അഡ്രസ്സ്, റേഷൻ കാർഡ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇലക്ഷൻ ID കാർഡ്, പാസ്പോർട്ട് നമ്പർ, SLC രജിസ്ട്രേഷൻ നമ്പർ, SLC ഇയറൊക്കെ അത് കമ്പൽസറി അല്ല. പക്ഷേ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ഷൻ ID കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡും ആവശ്യമുണ്ട്. അതിൻ്റെ നമ്പർ ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ബട്ടൺ. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട്. വെരിഫൈഡ്, ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ഫോർ ഫർദർ പ്രോസസ്സ്. വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സിന് വേണ്ടി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വൺ ടൈം രജിസ്ട്രേഷനിൽ എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് സർവീസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം റെസിഡൻസ് ആൻഡ് നാറ്റിവിറ്റി റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്. ഇവിടെ നമുക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. ആ ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആളെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ് പർപ്പസാണ് ഇവിടെ 2 ഓപ്ഷനാണ് വരുന്നത്. സ്റ്റേറ്റ് പർപ്പസും ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസും. കേരളത്തിനുള്ളിലത്തെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് പർപ്പസുമായിട്ട് മുന്നോട്ട് പോവാം. കേരളത്തിന് പുറത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസായിട്ട് മുന്നോട്ട് പോവാം. ഞാനിവിടെ സ്റ്റേറ്റ് പർപ്പസായിട്ട് മുന്നോട്ട് പോവാണ്. നമുക്ക് ഈ ഒരു മഞ്ഞ ടൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് ഫോർവേഡ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. നമുക്കിവിടെ റേഷൻ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഓഫ് പാരൻസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. റേഷൻ കാർഡ് നമ്പർ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇലക്ഷൻ ID കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫയൽ സൈസ് വരുന്നത് 100 KB ഉള്ളിൽ PDF ആയിട്ട് വേണം നമ്മളിത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഓഫ് പാരൻസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രിവ്യൂ എന്നൊരു ബട്ടൺ കാണാം. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കാണാം. ഇവിടെ നമുക്ക് അപ്ലിക്കൻ്റ് ജനിച്ച സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, താലൂക്ക് സെലക്ട് ചെയ്യുക, വില്ലേജ് സെലക്ട് ചെയ്യുക, അപ്ലിക്കൻ്റെ ഫാദർ എവിടെയാണ് ജനിച്ചത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലിക്കൻ്റെ മദറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്നത് ഡിക്ലറേഷനാണ്. അപ്ലിക്കൻ്റെ നെയിം നമ്മൾ കൊടുത്ത അപ്ലിക്കൻ്റെ നെയിം ഇവിടെ വന്നിട്ടുണ്ടാവും. റിലേഷൻ സെൽഫ് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് ഫോർവേഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. പിന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. യുവർ ആപ്ലിക്കേഷൻ ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി, അറ്റാച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അതുപോലെ തന്നെ 3ാമത്തെ സ്റ്റെപ്പ് മേക്ക് പേയ്മെൻറ്റും എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമുക്ക് റേഷൻ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഓഫ് പാരൻസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഫയൽ സൈസ് 100 KB അതുപോലെ തന്നെ PDF ഫോർമാറ്റിലുമാണ് നമുക്ക് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവാം. അപ്പം നമുക്ക് ഇങ്ങനൊരു പേയ്മെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 15 രൂപ മാത്രമേ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജസ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, QR കോഡ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 15 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് പോകുന്നതാണ്. എനിക്കിവിടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തതിനാൽ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വീട്ടിലിരുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.